എന്നാൽ മുസ്ലിങ്ങൾ അങ്ങനെ ഒരു അന്യായമായി മറ്റൊരാളുടെ മുതലിൽ കൈകടത്തി പള്ളി നിർമ്മിച്ചു എന്ന് പറയുന്നത് അവരുടെ ഒരു ചരിത്രത്തെയും അവരുടെ നിയമത്തെയും കൂടിയുള്ള ഒരു അധിക്ഷേപമാണ്. യഥാർത്ഥത്തിൽ നിഷേധിക്കൽ കൂടിയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ തന്നെ ഓട്ടോമനാവട്ടെ, മറ്റ് മുസ്ലിം ചരിത്രത്തിന്റെ പശ്ചാത്തലങ്ങളിലാകട്ടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂതന്മാരാവട്ടെ, ക്രിസ്ത്യാനികളാവട്ടെ, അല്ലെങ്കിൽ മറ്റ് മതസമൂഹങ്ങളാവട്ടെ, ആരെങ്കിലും മുസ്ലിങ്ങളുടെ ഒരു വഖഫ് ലാൻഡിന്റെ മേലിൽ എന്താവുന്നു അവരുടെ പ്രോപ്പർട്ടി ഓണർഷിപ്പ് കൃത്യമായ തെളിവുകളോടുകൂടിയും അവരുന്നയിക്കുകയാണെങ്കിൽ ഇസ്ലാമിക താളിമാർ ചെയ്തിരുന്നത് എന്ന് പറഞ്ഞാൽ അത് അവർക്ക് അനുകൂലമായിട്ടുള്ള വിധിയാണ് എന്താക്കിയിരുന്നത് ചരിത്രത്തിൽ ഉടനീളം പ്രഖ്യാപിച്ചതെന്നുള്ളത് ചരിത്ര വസ്തുതയാണ്. ഉമർ റളിയല്ലാഹുവിന്റെ കാലം മുതൽ അങ്ങനെയുള്ള ചരിത്രങ്ങൾ എത്രയോ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മുസ്ലിങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ അന്യരുടെ, മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ ഏത് മതസ്ഥനാവട്ടെ, അങ്ങനെ ഒരു അന്യരുടെ സ്വത്തിൽ അല്ലെങ്കിൽ അന്യരുടെ പ്രോപ്പർട്ടിയിൽ കൈകടത്തിയിട്ടുണ്ട് എന്നറിഞ്ഞാൽ അതിന് എതിരായിട്ടുള്ള ഒരു നടപടിയാണ് മുസ്ലിം ഖാലിമാർ എല്ലാ കാലത്തും എടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും.